പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതാ ഞാൻ രാവിലെ എണീച്ച് ചായ പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്, ഇനി പൊടിയൊക്കെ ഇടണം. അപ്പോൾ ഇന്ന് രാവിലത്തെ പലഹാരം ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ നമുക്ക് മാവുണ്ടെങ്കിൽ എളുപ്പ പരിപാടിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുമല്ലോ, തയ്യാറാക്കാൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തണുപ്പുള്ളതുകൊണ്ട് ഇത് പൊങ്ങി വരില്ല എന്ന് വിചാരിച്ചത്. ചായ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ അവിടെ അങ്ങനെ ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പം നമ്മുടെ മാവ് ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പത പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവിടെയും ഇതാക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് പിടിച്ചിട്ടിരിക്കും. അപ്പോൾ ചായ ഇന്ന് 2 ഗ്ലാസ് താഴത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു പണിക്കാരൻ കൂടി ഉണ്ട് കടയിൽ. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി വെച്ചിട്ട് താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും അതൊന്നും ആവുമല്ലോ ചായ കുടിക്കുമ്പോഴേക്കും. അപ്പോൾ കയറി വന്ന് പിന്നെ ഞാനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ ഗ്ലാസ് എടുത്തിട്ട് ജനലിൻ്റെ അവിടെ പോയി ഇരുന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ലൊരു ശാന്തമായ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസം രാവിലെയൊക്കെ നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊന്നും പെയ്തിട്ടില്ല, എല്ലാവരും ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വെള്ളപ്പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ, വെള്ളപ്പൊക്കമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ ഒരു വെയിലും ശാന്തമായ ഈ ഒരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ഉപകാരമായിരിക്കും അല്ലേ, ആ ഒരു വെള്ളം താഴാനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ നാട്ടിലൊക്കെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെയൊന്നും. അപ്പോൾ അതാ നമ്മൾ ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ ഇതാ റെഡിയായിട്ട് ഞാൻ വെന്ത ശേഷം എടുത്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇങ്ങനെ തൊട്ടക്കുഴിഞ്ഞ് വന്ന ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലി ചട്നിയൊക്കെ ആയി അതൊക്കെ കഴിച്ചു. അപ്പോൾ രാവിലെ ഇതാ ഇന്നലെ മത്തി വാങ്ങിക്കൊണ്ടുവന്ന നല്ല ഇതിന് മുമ്പുള്ള ആ വീഡിയോ ഇട്ടുണ്ടല്ലോ, ആ ഒരു മത്തി കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ വില ഒരു കിലോന് 200 രൂപ കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ വിലയൊന്നും നോക്കിയില്ലേക്ക. ഇനി വാങ്ങുമോ എന്ന് ചോദിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം 1 കിലോനാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്ത് ഉച്ചയ്ക്കുള്ളതാ മീനൊക്കെ വറവ് കഴിഞ്ഞു. ഏകദേശം ഇനി 2-3 കൂടിയേ ഉള്ളൂ. പിന്നെ ഞാനൊരു 3-4 എടുത്ത് ഫ്രിഡ്ജിലും വയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ എന്തായാലും ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്, എന്തായാലും 1 കിലോ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് കറി വയ്ക്കാൻ പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ടുള്ള കറി ഇതവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഈച്ച ശല്യമാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എത്ര നമ്മൾ തുടച്ചിട്ടാലും, എത്ര വൃത്തിയാക്കിയിട്ടാലും, എത്ര പെനോയിലും ഡെറ്റോളും, എത്ര നമ്മൾ ലൈസോൾ ഇട്ടിട്ട് തുടച്ചാലും ഈച്ചകളൊന്നും പോയില്ല കേട്ടോ. നല്ല ഈച്ചകളാണ്. എല്ലാവിടെയും ഈച്ച ശല്യം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. എല്ലാവിടെയും ചോദിച്ചപ്പോൾ നിങ്ങളവിടെ ഉണ്ടോ? എല്ലാവിടെയും ഈ ഒരു സമയത്തൊക്കെ ഈച്ചകളാണ് കേട്ടോ. എല്ലാം അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ ഇതാക്കണം. അപ്പോൾ നമുക്ക് വെള്ളം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോവാണ്. താഴത്ത് പോകണം, കുടിക്കാനുള്ള വെള്ളം എടുക്കണമെങ്കിൽ താഴത്ത് പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴെ പോയി കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരെന്തോ കണ്ടിട്ട് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ചാതീനെ കണ്ടിട്ട്, ഒരു പ്രാണീനെ കണ്ടിട്ട് അവിടെ അത് നോക്കുമെന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും കണ്ടപ്പോൾ സ്പൈഡർമാൻ്റെ ഒരു കളറൊക്കെ ഉള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.